നല്ല ക്രീമിയാണ്, അതുപോലെ തന്നെ സോഫ്റ്റുമാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള 2 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് സ്റ്റീമർ നേരത്തെ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം ഈ ഒരു ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മുതൽ 10 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ തന്നെ ആവി കയറ്റിയെടുക്കാം. ഒന്ന് സോഫ്റ്റാക്കി എടുത്താൽ മാത്രം മതി, ഒരുപാട് വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മിക്സറിൻ്റെ ജാറിലിട്ട് ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം 1/4 കപ്പ് വെള്ളമൊഴിച്ച് ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. 3/4 കപ്പ് പ്യൂരിയാണ് ഇവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഒരു പാനിലേക്ക് ഈ ഒരു പ്യൂരി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് വറുത്ത് നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മുതൽ 3/4 കപ്പിൻ്റെ ഇടക്കായിട്ട് അരിപ്പൊടി ആവശ്യമായിട്ട് വരും. അത് നിങ്ങൾ ഉപയോഗിക്കുന്ന പ്യൂരിയുടെ അളവിനനുസരിച്ചായിരിക്കും. കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാനിൽ നിന്നൊക്കെ നന്നായിട്ട് റിലീസായി ഒരു കൂട്ടിൻ്റെ പാകത്തിനായി വരുമ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂടൊരൽപ്പം മാറി വന്നതിന് ശേഷം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതുപോലെ കുഴച്ചെടുത്ത് വന്നപ്പോൾ കുറച്ച് പറ്റുന്നതായിട്ട് തോന്നിയതുകൊണ്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഈ ഒരു രീതിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അതിനുശേഷം ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഈ ഒരു പാകത്തിനെല്ലാം തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ആവശ്യമായിട്ടുള്ളത്. 1/2 കപ്പ് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലും അതുപോലെ തന്നെ 1/2 കപ്പ് രണ്ടാം പാലുമാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 1/2 കപ്പ് തേങ്ങ ചിരകിയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു 1/2 കപ്പ് രണ്ടാം പാൽ ആദ്യം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യമേ തവിയൊന്നും ഉപയോഗിച്ച് ഇളക്കാൻ വേണ്ടി പോകരുത്. ഇതുപോലെ ചുഴറ്റി കൊടുത്താൽ മതി. ഉരുളകളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചുഴറ്റി കൊടുക്കുക. നന്നായിട്ട് ഉരുളകളൊക്കെ വെന്ത് വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാരയാണ് ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ല കുറുകി ഒരു ക്രീമി ആവുന്നത് വരെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ നോക്കൂ, ഉരുളകളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ വെന്ത് വന്നതിന് ശേഷം ഏറ്റവും അവസാനമായിട്ട് 1/2 കപ്പ് ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. കട്ടിയായിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് തിളച്ച് വന്നാൽ മാത്രം മതി. ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കരുത്. ഒന്നാം പാല് ചേർത്താൽ നമ്മൾ ഒന്ന് തിള വരുമ്പോൾ തന്നെ ഓഫാക്കണം. ഇതിൻ്റെ ചൂട് ഒന്ന് ആറി വരുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ക്യാരറ്റ് പാൽ കൊഴുക്കട്ടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്.